ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള അമേരിക്കയുടെ സമാധാന പദ്ധതിയെ പിന്തുണച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നന്ദി അറിയിച്ചു. സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ സായുധ സേനകളുടെ സംയുക്ത പ്രവർത്തനം വളരെ അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വ്യവസായ സംരംഭക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ESG നയത്തിന് അംഗീകാരം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. നവരാത്രിയോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങൾ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. നാളെ മഹാനവമി. ICCയുടെ വനിതാ ഏകദിന ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സമഗ്ര സമാധാന പദ്ധതിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. പലസ്തീനിലെയും ഇസ്രായേലിലെയും ജനതയ്ക്കും പശ്ചിമേഷ്യൻ മേഖലയ്ക്കും ഈ പദ്ധതി സുസ്ഥിര സമാധാനവും സുരക്ഷയും വികസനവും പ്രദാനം ചെയ്യട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെയും നേതാക്കളും ട്രംപിന്റെ സമാധാന പദ്ധതിയെ സ്വാഗതം ചെയ്തു. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ കൈക്കൊണ്ട സമാധാന പദ്ധതിയെ പിന്തുണച്ചതിന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂവൻ അസർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ സംഭവ വികാസത്തെ ചരിത്രപരമെന്ന് അസർ വിശേഷിപ്പിച്ചു. സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ സായുധ സേനകളുടെ സംയുക്ത പ്രവർത്തനം വളരെ അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ട്രൈ സർവീസസ് സെമിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. സൈബർ യുദ്ധമുറകൾക്ക് ഏകീകൃത നിലവാരം കൊണ്ടുവരണമെന്നും സായുധ സേനയുടെ സൈബർ പ്രതിരോധ സംവിധാനം മികച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ, കര, വായു, നാവികസേനാ മേധാവികൾ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. हमारी सेनाओं ने ऑपरेशन सिंदूर को अंजाम दिया है. इसके लिए मैं आप सबको और तीनों सर्विसेज के अपने सेना के अधिकारियों और जवानों को मैं बधाई देता हूं. और यह ऑपरेशन इस बात का प्रमाण है, जब हमारी सेनाएं आपस में मिलकर काम करती हैं तो उनकी कंबाइंड स्ट्रेंथ कितनी बढ़ जाती है. यानी बड़ी से बड़ी चुनौती का भी मुकाबला करने में वह सक्षम हो जाती हैं और उस चुनौती पर विजय प्राप्त करती हैं. വ്യവസായ സംരംഭക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ESG നയത്തിന് അംഗീകാരം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം. പരിസ്ഥിതിക്ക് അനുയോജ്യവും സമൂഹത്തെ പരിഗണിക്കുന്നതുമായ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നയം നടപ്പാക്കുന്നത്. വയനാട് ടൌൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് പേയ്മെന്റ് ഗ്യാരണ്ടി വ്യവസ്ഥ ഒഴിവാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ പ്രതിരോധ അക്കൌണ്ട്സ് വകുപ്പിന്റെ വാർഷിക ദിനാഘോഷത്തിൽ പങ്കെടുക്കും. പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഷ്കാര വർഷത്തോടനുബന്ധിച്ച് കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് CGDAയുടെ സ്ഥാപനശേഷി ശക്തിപ്പെടുത്തുക, സേവന വിതരണം വർദ്ധിപ്പിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള പുതിയ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു പരമ്പര കേന്ദ്രമന്ത്രി പുറത്തിറക്കും. CGDA ഉദ്യോഗസ്ഥർക്ക് 2025 രക്ഷാമന്ത്രി അവാർഡുകളും മന്ത്രി സമ്മാനിക്കും. നവരാത്രിയോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങൾ. ന്യൂഡൽഹിയിലെ ചിത്തരഞ്ജൻ പാർക്കിലെ ദുർഗാപൂജ ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നാണ് ദുർഗാഷ്ടമി. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലും ചോറ്റാനിക്കര, ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലും നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിക്ക് മുന്നിൽ ഗ്രന്ഥങ്ങളും പഠനോപകരണങ്ങളും ഇന്നലെ പൂജവച്ചു. നാളെ മഹാനവമിക്ക് ശേഷം വ്യാഴാഴ്ച വിജയദശമി നാളിലാണ് പൂജയെടുപ്പ്. കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നാളെ രഥോത്സവം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗന്നിവാസൻ. രാവിലെ 11:30 ചണ്ഡിക യാഗം നടക്കും. ഉച്ചയ്ക്ക് 1:15 ധനുർലംഘന മുഹൂർത്തത്തിൽ മുഖ്യതന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിൽ പുഷ്പ രഥോത്സവ ചടങ്ങുകൾക്ക് തുടക്കമാവും. മൂകാംബിക ദേവിയെ പുഷ്പങ്ങളാൽ അലങ്കരിച്ച രഥത്തിൽ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിന് ചുറ്റും എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത്. ഒക്ടോബർ 2 വിജയദശമി നാളിൽ പുലർച്ചെ 3 നട തുറന്ന് വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാവും. വൈകിട്ട് വിജയ രഥോത്സവത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാവും. രാജ്യത്തെ പൌരന്മാർക്ക് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ദുർഗാപൂജ ആശംസകൾ നേർന്നു. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്നതാണ് ഈ ആഘോഷമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ നിയമനിർമ്മാണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. TV പരിപാടിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ബഹളം തുടങ്ങിയത്. പ്രതിപക്ഷ ബഹളത്തിനിടെ PSC ഭേദഗതി ബിൽ, ഏക കിടപ്പാടം സംരക്ഷണ ബിൽ, വ്യവസായ ഏകജാലക ക്ലിയറൻസ് ഭേദഗതി ബിൽ എന്നിവ സഭ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ഒക്ടോബർ 6-നാണ് നിയമസഭ വീണ്ടും ചേരുക. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടിക ലഭ്യമാകും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 7.24 കോടിയിലധികം സമ്മതിദായകരാണ് ഉൾപ്പെട്ടിരുന്നത്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് പരിവർത്തനവും പുരോഗതിയും കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിച്ചു വരികയാണ്. ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഇന്ത്യയുടെ സ്വപ്ന ബഹിരാകാശ പദ്ധതിയെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ചരിത്രം സൃഷ്ടിച്ചപ്പോൾ അതിനെ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ ദൌത്യമായ ഗഗൻയാന്റെ വിജയത്തിലേക്കുള്ള ആദ്യ പടിയെന്നായിരുന്നു പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ചത്. हमें मिशन गगनयान को आगे बढ़ाना है, हमें अपना खुद का स्पेस स्टेशन बनाना है, चंद्रमा पर भारतीय एस्ट्रोनॉट की लैंडिंग भी करानी है. इन सारे मिशंस में आपके अनुभव बहुत काम आने वाले हैं. ശുഭാംശുവിന്റെ ബഹിരാകാശ യാത്ര മനുഷ്യനെ ബഹിരാകാശത്തും ചന്ദ്രനിലും എത്തിക്കൽ, ഒരു ഇന്ത്യൻ ബഹിരാകാശ നിലയം തുടങ്ങിയ ഭാവി ദൌത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. ആകാശവാണി പരിസരത്ത് നടന്ന ശുചീകരണ പരിപാടിയിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കെടുത്തു. വിയറ്റ്നാമിൽ ബുവാലോയ് ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 26 ഉയർന്നു. 22 പേരെ കാണാതായിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും വിനാശകരമായ കൊടുങ്കാറ്റാണ് ഇതെന്ന് വിലയിരുത്തുന്നു. കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴ വെള്ളപ്പൊക്കത്തിന് കാരണമായി. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വിയറ്റ്നാം പ്രധാനമന്ത്രി പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി. ICCയുടെ വനിതാ ഏകദിന ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടുന്നു. ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 215 റൺ എന്ന നിലയിലാണ്. 8 ടീമുകളാണ് മത്സരരംഗത്തുള്ളത്. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ യോഗേഷ് ഖധുനിയ വെള്ളി മെഡൽ നേടി. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോ F56 ഫൈനലിൽ രണ്ടാം ശ്രമത്തിൽ 42.49 മീറ്റർ ദൂരം എറിഞ്ഞാണ് അദ്ദേഹം വെള്ളി നേടിയത്. ഈ ഇനത്തിൽ ബ്രസീലിനാണ് സ്വർണം. എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ്. GST നിരക്കിളവ് തദ്ദേശീയ കളിപ്പാട്ടങ്ങളുടെയും കായിക ഉപകരണങ്ങളുടെയും നിർമ്മാതാക്കൾക്ക് ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ മത്സരശേഷി നേടാൻ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര കാർഷിക ഗവേഷണ കൌൺസിലിന്റെ ഒരു പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകർ, ശാസ്ത്രജ്ഞർ, വ്യവസായ പങ്കാളികൾ എന്നിവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച ശേഷം ഈ സംഘം കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട നയം രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ന്യൂഡൽഹിയിൽ വിവിധ പരിപാടികളോടെ ദിനാചരണം ആഘോഷിക്കും. മുതിർന്ന പൌരന്മാർക്ക് അന്തസ്സുള്ളതും പ്രാപ്തമാക്കുന്നതുമായൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ ഈ പരിപാടി ഉയർത്തിക്കാട്ടുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ വിജയുടെ പാർട്ടി പര്യടനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിക്കാനിടയായ സംഭവത്തിൽ 3 പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാർട്ടി ഭാരവാഹികളായ മദ്യടകൻ മാസി പവൻരാജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായുള്ള അമേരിക്കയുടെ സമാധാന പദ്ധതിയെ പിന്തുണച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നന്ദി അറിയിച്ചു. സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ സായുധ സേനകളുടെ സംയുക്ത പ്രവർത്തനം വളരെ അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വ്യവസായ സംരംഭക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ESG നയത്തിന് അംഗീകാരം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു.
നവരാത്രിയോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങൾ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. നാളെ മഹാനവമി. ICCയുടെ വനിതാ ഏകദിന ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.